യൂസുഫ് നബി ചരിത്രം 4-ാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യൂസുഫിൻ്റെ സഹോദരനായ ശമോൻ പറഞ്ഞു, യൂസുഫിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയ ഒരു വഴി ഞാൻ പറയാം. കളിക്കാനാണെന്ന് പറഞ്ഞ് യൂസുഫിനെ നമുക്ക് കാട്ടിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ആരും അറിയാതെ യൂസുഫിനെ നമുക്കെല്ലാവർക്കും കൂടെ ഇല്ലാതാക്കാം. ഇത് കേട്ട മറ്റൊരു സഹോദരൻ യഹൂദ പറഞ്ഞു, ശമോൻ, പിതാവ് യൂസുഫിനെ നമ്മോടൊപ്പം കാട്ടിലേക്ക് അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശമോൻ പറഞ്ഞു, അതിന് വഴിയുണ്ട്. യൂസുഫിൻ്റെ സമീപത്ത് നിന്ന് പലവിധ കളികളിൽ നമുക്ക് ഏർപ്പെടാം. അത് കാണുമ്പോൾ നമ്മോടൊപ്പം കാട്ടിൽ വരാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും. അവൻ്റെ ആഗ്രഹത്തിന് പിതാവ് ഒരിക്കലും എതിര് നിൽക്കുകയും ഇല്ല. ഈ നിർദ്ദേശം എല്ലാ സഹോദരന്മാരും അംഗീകരിച്ചു. അവർ യൂസുഫിന് ചുറ്റും നിന്ന് പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഇതെല്ലാം കണ്ട് യൂസുഫ് അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ പോകുമ്പോഴും ഇതുപോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടലുണ്ടോ? കൊള്ളാം, അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം കാട്ടിൽ വന്നു നോക്കൂ, അപ്പോൾ കാണാം കാട്ടിലെ വിനോദം. ഇത് കേട്ട യൂസുഫ് അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നാളെ നിങ്ങളോടൊപ്പം ഞാനും വരട്ടെ കാട്ടിലേക്ക്? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, സഹോദരൻ പറഞ്ഞു. പിതാവ് ഞങ്ങളോടൊപ്പം വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നീ ഒരു കാര്യം ചെയ്യൂ, ആദ്യം പിതാവിൽ നിന്ന് നീ തന്നെ സമ്മതം മേടിക്കൂ, അപ്പോൾ ഞങ്ങൾ കാട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാം എന്നവർ യൂസുഫിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പിതാവിൻ്റെ അരികിലേക്ക് ഓടി യൂസുഫ്. പിതാവ് വാത്സല്യപൂർവ്വം എടുത്ത് മടിയിൽ ഇരുത്തി. എന്താ മോനെ വന്നത്? യൂസുഫ് പറഞ്ഞു, ബാവാ, ഞാൻ ആഗ്രഹം അറിയിച്ചാൽ അങ്ങ് അനുവാദം നൽകിയിടുമോ? എന്താണ് ആഗ്രഹം? എൻ്റെ മകൻ്റെ ഏതൊരാഗ്രഹവും നിറവേറ്റി തരുവാൻ ഈ പിതാവിന് സമ്മതമാണല്ലോ. ബാവ, നാളെ ജ്യേഷ്ഠന്മാരുമൊത്ത് കാട്ടിൽ ആടുമേക്കാൻ പോകുവാൻ എനിക്കും അനുവാദം നൽകിയിടണം. ഇത് കേട്ട യാക്കൂബ് നബിയുടെ മുഖം ഒന്ന് വാടി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അവരോടൊന്നിച്ച് നീ പോകണ്ട. യൂസുഫ് പറഞ്ഞു, ബാവ, അവരുടെ കളികൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. കാട്ടിൽ അവർ ഇതുപോലെ കളിക്കുമെന്ന് പറഞ്ഞു. മോനെ യൂസുഫെ, കളിക്കുമ്പോൾ അവർക്ക് കളിയുടെ ചിന്ത മാത്രമേ കാണൂ. കാട്ടിൽ വെച്ച് എൻ്റെ മകൻ എന്തെങ്കിലും അപകടം പിണഞ്ഞാൽ ഈ ബാവയ്ക്ക് സഹിക്കുവാൻ കഴിയില്ല. ബാവ, അവനെൻ്റെ സഹോദരങ്ങളല്ലേ, ഒരിക്കലും എന്നെ അപകടപ്പെടുത്തുകയില്ല. അനുവാദം നൽകണം എന്ന് വീണ്ടും യൂസുഫ് അഭ്യർത്ഥിച്ചു. പുത്രൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളെ എതിർത്ത് പിന്നെ ഒന്നും പറയാൻ വാത്സല്യനിധിയായ ആ പിതാവിന് കഴിഞ്ഞില്ല. മനസ്സില്ലാ മനസ്സോടെ യാക്കൂബ് അനുവാദം നൽകി. സന്തോഷത്താൽ അലയടിച്ചു ആ കുഞ്ഞ് പിതാവിൻ്റെ കവളിൽ തുരുതുരാ ഉമ്മകൾ നൽകി സന്തോഷിച്ചു. ഈ വിവരം സഹോദരങ്ങളെ അറിയിക്കാൻ അവരുടെ അരികിലേക്ക് യൂസുഫ് ഓടിപ്പോയി. പിറ്റേ ദിവസം പ്രഭാതമായി. യാക്കൂബ് നബി യൂസുഫിനെ കുളിപ്പിച്ച് സുഗന്ധതൈലങ്ങൾ പുരട്ടി താൻ സ്വന്തമായി തുന്നിയ ചിത്രാലങ്കാരിതമായ ഉടുപ്പ് യൂസുഫിനെ അണിയിച്ചു. പിതാവും പുത്രനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ഇത്രയും ആയപ്പോഴേക്കും പുത്രന്മാർ 10 പേരും അവിടെ ഹാജരായി. യൂസുഫിനോട് പലവിധ സ്നേഹപ്രകടനം നടത്തി. ഇതെല്ലാം കണ്ട് സംതൃപ്തനായ യാക്കൂബ് നബി പറഞ്ഞു, ശേഷം 5-ാം ഭാഗം നാളെ കേൾക്കാം. യൂസുഫ് നബി ചരിത്രം തുടരും.